പാഠം 336. കാലൻ കുടയ്ക്കുമുണ്ട് ഒരു കഥ. ഹലോ, അതെ. സാർ, സാർ, ഞാൻ വരുന്നുണ്ട്. സഹദേവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായും സാർ. മോഹനകൃഷ്ണൻ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറില്ലെന്ന് അറിയാലോ സാറിന്. ശരി സാർ. ഭാമേ, ശിശുപാല, തഹസിൽദാർ വിളിച്ചിരുന്നു. പുറമ്പോക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ ഫയലുമായി 10:30 മണിക്ക് എനിക്ക് താലൂക്ക് ഓഫീസിലെത്തണം. 9:50 ഞാൻ വില്ലേജ് ഓഫീസിലെത്തുമ്പോഴേക്കും എല്ലാം ശരിയാക്കി വെച്ചേക്കണം. തീർന്നില്ല, മറന്നുപോയി എന്നൊക്കെ പറഞ്ഞാ എന്റെ സ്വഭാവം മാറും. ഭാമേ, മണി 7:30 ഇതുവരെ നീ എനിക്കൊരു ചായ പോലും തന്നിട്ടില്ല. ചോദിച്ചാലേ ചായ തരുന്നുണ്ടോ? എന്നോട് ചോദിച്ചാലും ചായ കിട്ടില്ല. ചായ കിട്ടില്ലേ? എന്താ കിട്ടാത്തത്? എന്ന് നീയല്ലേ എനിക്ക് ചായ തരുന്നത്? ഇന്നലെ വരെ. ഇന്ന് ചായ വേണമെങ്കിൽ മോഹനേട്ടന്റെ കൂടെയോട് ചോദിക്കണം. കൂടെയോടോ? വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ചായ വേണമെങ്കിൽ കൂടെയോട് ചോദിക്കാനോ? അത് സംഭവം വട്ടായോ? ഭാമേ, തഹസിൽദാരാണ് വിളിച്ചത്. രാവിലെ 10:30 താലൂക്ക് ഓഫീസിലെത്തണമെന്ന്. വില്ലേജ് ഓഫീസിലെത്തി അവിടെ നിന്ന് ഒരു ഫയൽ എടുത്തുകൊണ്ടേ താലൂക്ക് ഓഫീസിലേക്ക് പോകാൻ പറ്റൂ. അത് മാത്രമല്ല, തോമസ് കുട്ടിയുടെ ഭൂമിയുടെ സ്കെച്ച് ഇന്ന് ശരിയായി കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ ഏറ്റിട്ടുണ്ടായിരുന്നു. അതും ശരിയാക്കണമെങ്കിൽ 8 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 8:15 തോമസ് കുട്ടിയുടെ പുരയിടത്തിലെത്താം. ഭൂമി അളന്നു തീർക്കാൻ എന്തായാലും ഒരു മണിക്കൂർ എടുക്കും. 9:15 തോമസ് കുട്ടിയുടെ അടുത്ത് നിന്ന് പോയാൽ 9:45 വില്ലേജ് ഓഫീസിലെത്താം. അവിടെ നിന്ന് 10:10 ഇറങ്ങിയാൽ 10:25 താലൂക്ക് ഓഫീസിലെത്താം. എങ്ങനെയുണ്ട് എന്നെ കണക്കൂട്ടൽ? ഗംഭീരമായിട്ടുണ്ട്. ഐസാറോ ചൊവ്വയിലേക്ക് അയച്ച ഉപഗ്രഹം പോലും ഇത്ര കൃത്യമായിട്ട് പോയിട്ടില്ല. അതാണ് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ. രാവിലെ നീ കാപ്പി ഉണ്ടാക്കി കാണില്ല എന്നെനിക്കറിയാം. ഇനി നീ കാപ്പി ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ട് എനിക്ക് പോയാൽ പോരാ. അതുകൊണ്ട് ഞാൻ കാപ്പി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കഴിച്ചുകൊള്ളാം. അത് നന്നായി. പക്ഷേ എന്നും തേക്കുന്നത് പോലെ 9 മണിക്ക് ഷർട്ടും മുണ്ടും തേക്കാമെന്ന് കരുതരുത്. 10 മിനിറ്റിനുള്ളിൽ ഷർട്ടും മുണ്ടും തേച്ച് വെച്ചിരിക്കണം. ഷർട്ടും മുണ്ടും തേക്കുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. തേച്ച് ഷർട്ടിട്ടേ താലൂക്ക് ഓഫീസിൽ പോകുമെന്ന് നിർബന്ധമാണെങ്കിൽ അതും ആ കിടക്കുന്ന കുടയോട് പറയാം. കുടയോടോ? യെസ്, കുടയോട്. ഇത്തരം കാര്യങ്ങൾ ഇനിമേലിൽ ഭാമിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്നലെ രാത്രി 12 മണി എന്ന സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7:30 മണിക്കൂറായി. എന്താ പറ്റിയത്? ചായയും ഷർട്ടും കുടയോട് ചോദിക്കാൻ ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞിട്ട് 7:30 മണിക്കൂറായോ? എന്താ എന്റെ അർത്ഥം? ഇവിടൊക്കെ മൊത്തം മാറല്ലേ മോഹനട്ടാ? ഇത് തൂത്തി കടഞ്ഞില്ലെങ്കിലേ പൊടി മൊത്തം അതിൽ കൂടും. പിന്നെ നമ്മൾ തുമ്മി ഒരു പരുവോ. നിനക്ക് മാറാതെ തൂക്കാൻ ഇവിടെ ചൂലിരിപ്പുണ്ട്, അതിന് തൂക്കണം. എന്റെ കൂടെ എടുത്താണോ ഇവിടെ? ഇതൊരു കുടയല്ലേ, ഇതോടെ തൂത്താലെന്താ? നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്റെ കുടയും അടുക്കളയിരിക്കുന്ന ചൂലും ഒരുപോലെയാണെന്ന് കാണിക്കാനല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇങ്ങനെ പോയാൽ നീ എന്റെ ഷർട്ട് മുണ്ടെടുത്ത് ഈ തറയൊക്കെ തുടയ്ക്കുമല്ലോ. എന്റെ ബാഗില് അടുക്കളയിലെ വേസ്റ്റ് കിടന്ന് കുത്തിത്തിരി വയ്ക്കുമല്ലോ. എന്തിനാ മോഹനട്ട് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കണേ? ഞാൻ ആ മാറാല കണ്ടപ്പോ കൂടെ ഇതാ ഇവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ തൂക്കാന്ന് വെച്ചാൽ മറന്നു പോവല്ലോ എന്ന് കരുതി ഞാൻ ഇതെടുത്ത് തൂത്തു, അത്രേ ഉള്ളൂ. എനിക്കിത് അങ്ങനല്ല. മേലെ എന്റെ ഈ കുടഞ്ഞി കൈ കൊണ്ട് തൊട്ടാ നിന്നെ കൈ ഞാൻ വിട്ടും. അഹങ്കാരി. എന്റെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മോഹനട്ടർ ഇങ്ങനെ ദേഷ്യപ്പെടില്ലല്ലോ. പറയുന്നു കേട്ടാൽ മോഹനട്ടർ എന്നെക്കാട്ടിലും വലുത് ഈ കൊടയാണ് തോന്നുന്നത്. സംശയം? ഈ കൊട കൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. വെയിലത്ത് ചൂട് കൊള്ളാതിരിക്കാം,
മഴക്കാലത്ത് നനയാതെ പോവാം. വേണമെങ്കിൽ ഇതിങ്ങനെ കുത്തി കുത്തി അടക്കാം. ആരെങ്കിലും ഉപദ്രവിക്ക് വന്നാ ഇതുകൊണ്ടൊന്നും കൊടുക്കാനും പറ്റും. അങ്ങനെ പല പ്രയോജനങ്ങളുണ്ട്. നിന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പൊ കാര്യങ്ങൾ അവിടം വരെയായി. മോഹനേട്ടൻ ഇപ്പൊ പറഞ്ഞതൊക്കെ മാറ്റി പറയാൻ ഇന്ന് രാത്രി 12 മണി വരെ മോഹനേട്ടന് സമയമുണ്ട്. അതിനുള്ളിൽ ഇത് മാറ്റി പറഞ്ഞില്ലെങ്കിൽ നാളെ മുതൽ സത്യഭാമയെ കൊണ്ട് മോഹനകൃഷ്ണൻ ഒരു പ്രയോജനം ഉണ്ടാവില്ല. സത്യഭാമയെ പറയുന്നത്. എന്റെ അടുത്താ വരട്ട്. പറഞ്ഞത് മാറ്റി പറയണമെങ്കിലേ കെ മോഹനകൃഷ്ണൻ വേറെ ജനിക്കണം. ഓഹോ, അതാണ് കാര്യം. അത് കൊള്ളാലോ. ആഹാ, ഞാൻ ഇന്നലെ അത്രയും പറഞ്ഞതിനാണോ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ കൊടയെടുത്ത് തോന്നിയ ദിവസം കാണിച്ചോണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ആയിക്കോട്ടെ, പക്ഷേ അതൊരു കുടയല്ലേ? നിസാരമായൊരു കുടയെ എന്നെക്കാട്ടിൽ കൊള്ളാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ലാന്ന് മോഹനേട്ടൻ എന്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി വരെ അത് തിരുത്താത്ത സ്ഥിതിക്ക് ഇനി ഞാൻ മോഹനേട്ടന് വേണ്ടി ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ ഒന്നും. ഭക്ഷണം ഉണ്ടാക്കില്ല, തുണി അലക്കില്ല, തേക്കില്ല, യാതൊന്നും എന്നെ ഇന്ന് പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഒരു കാലം കൂടെക്കാട്ടിലും മോശമായി ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല. നമസ്കാരം. അയ്യേ, സാർ ഇതുവരെ റെഡി ആയില്ലേ? 8 മണിക്ക് തോമസ് കുട്ടിയുടെ വീട്ടിലെത്താന്ന് പറഞ്ഞ മറന്നുപോയാ? മറന്നില്ല. 8 മണിക്കെന്നല്ല, 8:15 എന്നാണ് ഞാൻ പറഞ്ഞത്. ഓ ശരി, 8:15 8:15. 8:15 അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമല്ലോ. ഇറങ്ങണം. പക്ഷേ നടക്കു തോന്നില്ല. അതെന്താണ് സാറേ? എന്താണെന്ന് ഉത്തമനോട് ഞാൻ സത്യം പറയാം. എന്ത് സാർ? ഇന്നലെ 1ഉം 2ഉം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ ഭാമയുമായ ഒരു തർക്കം ഉണ്ടായി. അതുണ്ടായി കാണുമല്ലോ. തർക്കം ഉണ്ടായില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. എന്റെ കുടയെടുത്ത് തോന്നിവാസം കാണിച്ചപ്പോ ഞാനൊന്ന് ചൂടായി. അപ്പൊ അവള് ചോദിച്ചു അവളെക്കാൾ വലുതാണോ കുടയെന്ന്. അപ്പോഴത്തെ വാശിക്ക് ഞാൻ പറഞ്ഞു അതേന്ന്. അവളത് മറന്നു കാണുമെന്ന് ഞാൻ കരുതിയത്, പക്ഷെ അവളത് മറന്നിട്ടില്ല. സാറേ, വക്കീലിന് മുടിഞ്ഞ ഓർമ്മശക്തിയാണ്. എനിക്ക് നേരത്തെ അറിയാം. ഇന്ന് രാവിലെ ചായ ചോദിച്ചപ്പോ അവള് പറയാ കുടയോട് ചോദിക്കാൻ. അപ്പൊ ഇതുവരെ ചായ കിട്ടിയില്ലേ? ചായയുടെ കാര്യം പോട്ടെന്ന് വെക്കാം, കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് കഴിക്കാലോ. പക്ഷേ ഭാമ ഷർട്ടും മുണ്ടും തേച്ചിട്ടില്ല. തേക്കാത്ത ഷർട്ടും മുണ്ടും ഇട്ടുണ്ട് ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? ഇതിലിപ്പോ 2 വഴിയേ ഉള്ളൂ. 2 എന്ത്? ഒന്നുകിൽ സാറ് ഷർട്ടും മുണ്ടും തേക്കുക. എനിക്ക് ഷർട്ടും മുണ്ടും തേച്ചത്ര പരിചയമൊന്നുമില്ല. ശരി, 2 വക്കീലിനോട് സോറി പറഞ്ഞ് പ്രശ്നം തീർക്കുക. ഞാൻ വേറെന്ത് ചെയ്യാനാണ് സാറേ? സാറ് വലിയ കണിശക്കാരനും വാശിക്കാരനും ഒക്കെ ആയിരിക്കും, പക്ഷേ പറഞ്ഞു വരുമ്പോ വക്കീൽ അതിനേക്കാളും വാശിക്കാരിയാണ്. ഒരു സോറി പറഞ്ഞ് പ്രശ്നം തീർത്തില്ലെങ്കിൽ ഇനിയുള്ള കാലം മുഴുവൻ സാറ് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. ഷർട്ടും മുണ്ടും തേക്കാൻ ആളെയും വെക്കേണ്ടി വരും. എന്നാലും ക്ഷമ പറയാന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം ഭാര്യയോടല്ലേ സാറേ? നമ്മളെ നാട്ടിലെ പല ഭർത്താക്കന്മാരും സ്വന്തം ഭാര്യയോട് ആഴ്ചയിൽ 30 ക്ഷമ വരെ പറയുന്നവരാണ്. ആണോ? ഓ, ഭാര്യയല്ലേ, അങ്ങ് ക്ഷമിച്ചോളും. ഉത്തമൻ ഷർട്ട് മുണ്ടത്തേക്ക് അറിയാമോ? എനിക്കറിയാം, പക്ഷേ ഒരു ദിവസം പോരല്ലോ സാറേ. വക്കീലിനെ തോപ്പിക്കാനായി ഇന്ന് ഞാൻ സാറിന്റെ ഷർട്ട് മുണ്ട് തേച്ച് തന്ന ഈ ജന്മം മുഴുവൻ ഞാൻ തന്നെ അത് ചെയ്യേണ്ടി വരും. ഷർട്ടും മുണ്ടും തേക്കുന്ന കാര്യം മാത്രമല്ല, അലക്കും ഞാൻ തന്നെ ചെയ്യേണ്ടി വരൂലേ? സാറേ, ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തോന്നിരിക്കുന്നത്? വക്കീലിനോട് സാറ് ഒരു ക്ഷമ പറഞ്ഞു എന്ന് കരുതി പുറത്തുള്ള ആരും അത് അറിയുന്നില്ല. ഒരൊറ്റ വാക്ക് ക്ഷമ, അതങ്ങ് പറയണം. പക്ഷേ ഞാനത് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഈ ജന്മം മുഴുവൻ അവൾ എന്നെ കളിയാക്കും. ഏയ്, അതൊന്നുമില്ല. സാറ് ക്ഷമ പറയുന്നതോടുകൂടി ഈ പ്രശ്നം തീരുമല്ലോ. നാളെ രാവിലെ എന്തായാലും ഇവിടെ ഒരു പുതിയൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അല്ല, ആളുകൾ നിങ്ങളാണല്ലോ. പുതിയ പ്രശ്നം വരുമ്പോ ഇതിനെ അങ്ങ് മറക്കും. ക്ഷമ പറയാനല്ലേ?
ആലോചിച്ച് നിൽക്കാതെ സാറ് ക്ഷമയും പറഞ്ഞ് വക്കീലിനെ കൊണ്ട് മുണ്ടും ഷർട്ടും തേപ്പിച്ച് അത് വിട്ടുകൊണ്ട് വരാൻ നോക്ക്. തോമസ് കുട്ടിയുടെ അടുത്തെത്താൻ താമസിച്ച വലിയ കൃത്യനിഷ്ഠക്കാരൻ എന്നുള്ള പേരും കൂടെ പോവേ. നാട്ടുകാരുടെ മുമ്പിലുള്ള പേര് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ വീട്ടുകാരിയുടെ മുമ്പ് തോക്കുന്നത്? കുഴപ്പമില്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ചെന്നാട്ടാ സാറ്. ഭാമേ, അതിപ്പോ നമ്മൾ ഓരോ സമയത്തും വാശി തീർക്കാനായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിരിക്കും. അതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ടോ? അതപ്പ പറഞ്ഞു, അപ്പൊ തീർന്നു. മോഹനേട്ടനത് തീർന്നു കാണും, പക്ഷേ എനിക്കത് തീർന്നിട്ടില്ല. സത്യത്തിൽ ഞാനത് വെറുതെ പറഞ്ഞല്ലേ? അതെയോ? എനിക്കങ്ങനെ തോന്നിയതേ ഇല്ല. അതിപ്പോ വാശിക്ക് പറഞ്ഞാണെന്ന് ഊഹിക്കാമല്ലോ. എങ്ങനെ ഊഹിക്കും? കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഇത്തരം വാശികളും പ്രഖ്യാപനങ്ങളും ഒക്കെ മോഹനേട്ടൻ നടത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ വാശിയായി മാത്രം ഞാൻ കണ്ടതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കഴിയുന്നത്. പക്ഷേ ഇന്നലെ പറഞ്ഞ വർത്താനം സകല മര്യാദകൾക്ക് അപ്പുറത്തായി പോയി മോഹനേട്ടാ. അല്ല, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞതെന്ന്? കാര്യമാണോ അല്ലയോ എന്നതല്ല പ്രശ്നം. എന്നെക്കാട്ടിലും ഭേദം ഈ കുടയാണെന്ന് എന്റെ മുഖത്ത് നോക്കിയാണ് മോഹനേട്ടൻ പറഞ്ഞത്. അതിനൊരു കാരണവും പറഞ്ഞു. ഈ കുട വാങ്ങിയപ്പോൾ മോഹനേട്ടൻ എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ ഈ കുട സാധിച്ചു കൊടുത്തു. എന്നെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന്. അയൽവകത്തെ പെണ്ണുങ്ങളെ കാണിച്ച് അവളെ കണ്ടുപിടിക്ക്, നിന്നെക്കാട്ടിലും ഭേദം അവളാണ് എന്നൊക്കെ ചില ഭർത്താക്കന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു കാലം കൂടി എടുത്ത് ഇത് ഭാര്യയെക്കാട്ടിലും ഭേദമാണെന്ന് സ്ഥിരബുദ്ധിയുള്ള ആരും പറയില്ല. അത് അപ്പുറത്തെ ദേശത്ത് പറഞ്ഞല്ലേ? അതുകൊണ്ടാണല്ലോ ദേഷ്യം തീർത്ത് അത് മാറ്റി പറയാൻ ഇന്നലെ രാത്രി 12 മണി വരെ ഞാൻ മോഹനേട്ടന് സമയം തന്നത്. പക്ഷെ മോഹനേട്ടൻ മാറ്റി പറഞ്ഞതേയില്ല. അത് സത്യമായിട്ട് ഞാനത് മറന്നുപോയി. ഞാൻ പക്ഷെ മറന്നില്ല. സമയപരിധി തീരുന്നത് വരെ ഞാൻ വളരെ മാന്യമായിട്ട് പെരുമാറുകയും ചെയ്തു. അത് ഞാൻ ഞാനിപ്പോ മാറ്റി പറയാം. എങ്ങനെ? എങ്ങനെയാണെന്ന് ചോദിച്ചാ, ഇതൊരു വെറും കൊടയല്ലേ, അതുപോലെയാണ് നീ എന്റെ ഭാര്യയല്ലേ. കാര്യങ്ങൾ വ്യക്തമായില്ല. ഈ കുടയാണോ ഞാനാണോ മോഹനേട്ടന് വലുത്? എന്താ സംശയം? നീ വെറുതെ പറഞ്ഞാ പോരാ, തെളിയിക്കണം. പിന്നെ എങ്ങനെ? ഞാനിപ്പോ ഈ കുട ഇങ്ങനെ വാങ്ങി ഇതിനെ തല്ലി ഓടിച്ചില്ല. അതിനു മുന്നേ എന്ന് പറഞ്ഞു നിലവിളിച്ചെന്തര. ഞാനിത് തല്ലി ഓടിച്ചാൽ മോഹനേട്ടൻ എന്ത് ചെയ്യും? തല്ലി ഓടിച്ച പിന്നെ വേറൊരു കുട വാങ്ങാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കുടയില്ലാതെ ഒരു ദിവസം ആഫീസിൽ പോകേണ്ടി വന്ന? കുടയില്ലാതെ ഇതൊരു ആഫീസിൽ പോയിട്ടില്ലല്ലോ. കുടയുമായ വില്ലേജ് ഓഫീസിൽ വരാവൂ എന്ന് സർക്കാർ ചട്ടങ്ങളിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇന്ന് ഈ കുട കൊണ്ടുപോകണ്ട. ഞാനല്ലേ കുടയെക്കാട്ടിലും പ്രധാനം? എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ വില്ലേജ് ഓഫീസിലേക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നെ പിരിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള വാശി എന്തിനാണ്? ശീലങ്ങളൊക്കെ മാറ്റണം മോഹനേട്ടാ. കാരണം ഈ കൂടെ ഇപ്പോൾ എന്റെ ശത്രുവാണ്. ഭർത്താവിന് മറ്റു സ്ത്രീകളുമായി അടുപ്പുണ്ടോ എന്നാണ് നമ്മുടെ നാട്ടിലെ പല ഭാര്യമാരുടെ പേടി. എനിക്ക് പേടി പക്ഷെ ഈ കുടയാണ്. ഞാനില്ലാത്ത നേരം നോക്കി മോഹനേട്ടൻ ഈ കുടയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ശരി, കുടയില്ലാതെ ഞാൻ പോവാം. ഇന്നൊരു ദിവസത്തേക്ക് നീ പോയി ഷർട്ട് മുണ്ട് തേച്ച് വെക്ക്. അങ്ങനെ ധൃതി പിടിക്കല്ലേ മോഹനേട്ടാ. എനിക്ക് ഈ കുട കൊണ്ട് വേറെ ചില കാര്യങ്ങളുണ്ട്. നീ എന്തിയാ പോകുന്നു? ഈ കുടയാണോ ഞാനാണോ പ്രധാനപ്പെട്ടതെന്ന് അറിയണമല്ലോ. നീയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അങ്ങ് പറഞ്ഞാ പോരല്ലോ, എനിക്ക് ബോധ്യപ്പെടണ്ടേ.
ഈ കുട കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? മാവിൽ മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ ഇതുകൊണ്ട് എറിഞ്ഞു വീഴിക്കാമായിരുന്നു. നീ ഇപ്പോ ഈ കുട കൊണ്ട് എന്ത് ചെയ്താലും ഞാൻ ദേഷ്യപ്പെടാൻ പോകുന്നില്ല. കാരണം ഈ കുടയേക്കാളും വലുത് എനിക്ക് നീയാ. സത്യം? സത്യം. അപ്പോ ഈ കുട കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും മോഹനേട്ടൻ ഒന്നും പറയില്ല? ഇല്ല. സത്യം ചെയ്. സത്യം. സത്യം. ഇപ്പോ ഞാൻ മോഹനേട്ടൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. മോഹനേട്ടന്റെ ജീവിതത്തിൽ ഈ കുടയെക്കാട്ടിലും പ്രാധാന്യം ഈ എനിക്കാണ്. ഇനി ഷർട്ട് വെച്ചതാ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ടല്ലോ മോഹനേട്ടാ. ഇനി പ്രശ്നമോ? ഉണ്ടെന്നേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോഹനേട്ടൻ ഈ കുടയെക്കാട്ടിലും പ്രധാനപ്പെട്ടത് ഞാനാണെങ്കിലും നാളെ ഈ സാഹചര്യം മാറിക്കൊടുന്നില്ലല്ലോ. അപ്പൊ മോഹനേട്ടൻ ഇത് മാറ്റി പറഞ്ഞാലോ? അങ്ങനെ പറയില്ല. മനുഷ്യന്റെ കാര്യല്ലേ മോഹനേട്ട, മാറ്റിയൊക്കെ പറഞ്ഞു പോവും. രാജൻ ചേട്ടാ, ഇതെവിടെ പോണു? രാവിലെ നടക്കാൻ ഇറങ്ങിയതാ. ആഹാ, നമ്മുടെ കേസിന്റെ കാര്യം എന്തായി? ഞാൻ വക്കീൽ ഓഫീസിലേക്ക് വരാം. അത് പോരല്ലോ. രാജൻ ചേട്ടാ നിന്നേ. ഈ രാവിലെ നടക്കാൻ പോകുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെങ്കിലും നടക്കുന്നതിന് ഒരു രീതിയുണ്ട് ചേട്ടാ. എന്ത് രീതി? അതൊക്കെയുണ്ട്. അതായത് വെറുതെ ഇങ്ങനെ കൈയും വീശി നടക്കാതെ ഇതുപോലൊരു കുടയും കുത്തിപ്പിടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൗഢിയാണ്. ആളുകളൊക്കെ ശ്രദ്ധിക്കും. ഓ പിന്നെ മോഹനയുടെ വില്ലേജ് ഓഫീസിൽ പോകുമ്പോ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാ? ഈ കുട കയ്യിലുള്ളത് കൊണ്ട്. അതെയോ? അങ്ങനെയാണെങ്കിൽ ഇന്നൊരു കുട വാങ്ങിച്ചിട്ട് തന്നെ കാര്യം. എന്തിനാ കുട വാങ്ങാൻ പോകുന്നത്? മോഹനേട്ടൻ എന്തായാലും ഈ കുട കളയാനിരിക്കുക. ഇതെടുത്തോളൂ. സംശയിക്കണ്ട, ഇത് വെച്ചോ. ഞാനല്ലേ തരുന്നത്. ഇനി നേരെ നടന്നു നോക്ക്. അയ്യോ കുട. അപ്പൊ 11 മണിക്ക് വക്കീൽ ഓഫീസിൽ കാണാം. എന്ത്? എന്റെ കൂടെ രാജപ്പനോട് നിന്നോട് ആരാ പറഞ്ഞേ? മോഹനേട്ടൻ. ഞാനോ? ആ കുടോട് എന്ത് ചെയ്താലും പ്രശ്നമില്ലാതെ മോഹനേട്ടൻ സത്യം ചെയ്തതൊന്നുമല്ലേ? സത്യം ചെയ്തത് പാലിക്കണ്ടേ മോഹനേട്ടാ? ആ കുട പോട്ടെ. 8 മണിക്ക് തോമസിനോട് വീട്ടിലെത്തേണ്ടതാ. ഷർട്ടും മുണ്ടും ഞാൻ അവിടെ തേച്ച് വെച്ചിട്ടുണ്ട്. പോയി അതെടുത്തിട്ടിട്ട് പോവാൻ നോക്കുക. മോഹനേട്ടന്റെ മനസ്സ് മാറിയാൽ അന്നേരം തേക്കാൻ ധൃതി പിടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഷർട്ടും മുണ്ടും തേച്ച് വെച്ചിട്ടാണ് ഞാൻ സമരം തുടങ്ങിയത്. മോഹനേട്ടൻ അവിടെ പോയി നോക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. വേഗം ചെല്ലു ചെല്ലു. കൂടെയോ പോയി. ഇനി തോമസ് കുട്ടി കൊടുത്ത വാക്ക് കൂടി തെറ്റിക്കണ്ട. മോഹനകൃഷ്ണ സാർ ഒരിടത്ത് പറഞ്ഞ സമയത്ത് ചെന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വാർത്തയാവും. വെറുതെ എന്തിനാണ് നമ്മൾ ഈ സൽപ്പേര് കളയണേ? ചെല്ലു മോഹനേട്ടാ. ഈശ്വര, നേരത്തെ ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. ക്ഷമയും പറഞ്ഞു കൊടയും പോയി. ആഹാ, മോഹൻരാജ് സാർ ഇത്ര പെട്ടെന്ന് അങ്ങ് റെഡിയായോ? ഒരു 10 മിനിറ്റ് കൂടി നിൽക്കാമെങ്കിൽ ഞാൻ കാപ്പി ഉണ്ടാക്കി തരാം. വേണ്ട, ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായ കിടന്ന് കഴിച്ചോളാം. എന്നോട് ദേഷ്യം ഇല്ല. എന്നാലും കുറച്ച് ദേഷ്യം ഉണ്ടാവാതിരിക്കില്ലല്ലോ. എത്ര കാലമായി കയ്യിലുണ്ടായിരുന്ന കുടയാ. അത് പോകുമ്പോ ആർക്കായാലും ദേഷ്യം വരും. പക്ഷെ മോഹനേട്ടാ, എന്റെ അവസ്ഥ മോഹനേട്ടൻ ആലോചിച്ച് നോക്കിയേ. എന്നെക്കാട്ടിലും വലുതാണ് ആ കുടയെന്ന് പറയുമ്പോ എനിക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവും.
എനിക്ക് മോഹനേട്ടനെക്കാട്ടിലും പ്രധാനം എന്റെ സ്കൂട്ടർ ആണെന്നോ വാച്ചാണെന്നോ മാലയാണെന്നോ പറഞ്ഞാൽ മോഹനേട്ടൻ എന്തുമാത്രം സങ്കടം ഉണ്ടാവും. പോട്ടെ, ഇത്തവണത്തേക്ക് ക്ഷമിക്കേ. മോഹനേട്ടന് പുതിയ കുട വാങ്ങാനുള്ള പൈസ ഞാൻ തന്നോളാം. അല്ലെങ്കിൽ തന്നെ ആ കുട എത്ര നാളായിട്ട് ഉപയോഗിക്കണു, അത് മാറ്റേണ്ട സമയമായി. നിന്നേക്കാൾ വലുത് കോടയാണെന്ന് പറയുമ്പോൾ നിനക്കുണ്ടാവുന്ന വിഷമം എനിക്ക് മനസ്സിലായി. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ആ കൊടയോട് എനിക്കൊരു കൊടയോടുള്ള ഇഷ്ടം മാത്രമായിരുന്നില്ല. അത് അമ്മ വാങ്ങിത്തന്ന കൊടയായിരുന്നു. മോഹനേട്ടാ, അമ്മ വാങ്ങിത്തന്ന കുടയാണെന്ന് മോഹനേട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിതെടുത്ത് മാറാല് തൂക്കുമായിരുന്നു. മോഹനേട്ടൻ വെറുതെ ഒരു സ്റ്റൈലിന് കൊണ്ടു നടക്കുന്ന കൊടയാതെന്നാ ഞാൻ കരുതിയത്. അത് കയ്യിലുണ്ടാവുമ്പോ ഒരു ധൈര്യം തോന്നുമായിരുന്നു. അതാ കയ്യിൽ നിന്ന് വെക്കാതെ കൊണ്ടുവിടുന്നത്. കാണുന്നവർക്കൊക്കെ അതൊരു തമാശയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ആ കുട കൈവിട്ട് കളയായിരുന്നത് അതുകൊണ്ടായിരുന്നു. എന്നിട്ടാണോ ഞാൻ ആ കുട രാജപ്പ ചേട്ടനെ കൊടുത്തു വിടുന്നത്? മോഹനേട്ടൻ നോക്കി നിന്ന്. നീ എന്ത് ചെയ്താലും തടയില്ലെന്ന് ഞാൻ സത്യം ചെയ്തു പോയില്ലേ? എന്നോട് ചെയ്ത സത്യത്തിനെക്കാട്ടിലും വലുതല്ലേ മോഹനേട്ടാ അമ്മ വാങ്ങിത്തന്ന കുട? മോഹനേട്ടന് ആ കുടയോടുള്ള ഇഷ്ടം എനിക്കറിയില്ലായിരുന്നെങ്കിലും എനിക്ക് ആ കുടയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അത് കൈ പിടിച്ച് മോഹനേട്ടൻ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല ചന്ത. എന്നിട്ടാണോ നീ ഇത് രാജപ്പന്റെ കൈ കൊടുത്തു വിട്ടെ? ഞാനത് രാജപ്പന്റെ കയ്യിൽ കൊടുത്തു എന്നുള്ളത് നേരാണ്. പക്ഷേ മോഹനേട്ടൻ ഷർട്ട് മാറാൻ പോയില്ലേ? അപ്പോ ചെല്ലു മോഹനേട്ടാ. രാജനേട്ടൻ ആള് കൊള്ളാലോ. ഒരാളൊരു കുട വന്നപ്പോഴേക്കും അത് കൈ നീട്ടി വാങ്ങി പോന്നു. വക്കീല് തന്നല്ലേ? ആ, അങ്ങനെ നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ തരുന്നത് കൈ നീട്ടി വാങ്ങിയത് കൊണ്ടാണ് ഭാര്യ രാജപ്പ ചേട്ടനെതിരെ ഡൈവോഴ്സ് കേസ് കൊടുത്തതും ഞാൻ രാജപ്പ ചേട്ടന്റെ കേസ് വാദിക്കേണ്ടി വന്നതും. ആ കുടയും തന്നേ, ഇത് തരാൻ. ഇത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണ സാറിന്റെ കുടയാണ്. ഇത് കുത്തി നടക്കാനുള്ള യോഗ്യത 3 ജന്മം കഴിഞ്ഞാലും രാജപ്പ ചേട്ടൻ ഉണ്ടാവാൻ പോകുന്നില്ല. എന്നിട്ട് എന്റെ കുട എവിടെ? ദാ കുട. ഈശ്വരനെ അല്ല വിളിക്കേണ്ടത്. ഞാൻ ഭയങ്കര സംഭവമായതുകൊണ്ട് ഇത് തിരിച്ചു വാങ്ങിച്ചോണ്ട് വന്നു. അപ്പോ എന്നോടല്ലേ നന്ദി പറയേണ്ടത്? പക്ഷേ നീയാണല്ലോ ഇത് കൊടുത്തു വിട്ടത്. ഇനിയിപ്പോ ഞാനാണോ ഈ കുടയാണോ മോഹനേട്ടന്റെ ജീവിതത്തിൽ പ്രധാനമെന്ന് ഞാൻ ചോദിക്കില്ല. കാരണം ഇതെന്റെ മോഹനേട്ടന്റെ അമ്മ തന്ന കുടയല്ലേ. അപ്പൊ ഇത് പ്രധാനപ്പെട്ടത് തന്നെയാ. പക്ഷേ ഇത് അമ്മയല്ലല്ലോ, അമ്മ തന്ന കുടയല്ലേ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്നേക്കാൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ ഭാമേ? സോപ്പിട്ടതാ? അല്ല, സത്യം പറഞ്ഞതാ. ഭാര്യയേക്കാൾ പ്രയോജനം കുട കൊണ്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ
സത്യഭാമ കോപിച്ചതിൽ ഒരു ന്യായമുണ്ട്. പക്ഷെ പറഞ്ഞത് മോഹനകൃഷ്ണനാണല്ലോ എന്ന് ഓർത്ത് ക്ഷമിക്കാമായിരുന്നു. ഒരു വാശിക്ക് സത്യഭാമയേക്കാൾ നല്ലത് വില്ലേജ് ഓഫീസർ ആണെന്നോ റവന്യൂ മന്ത്രി ആണെന്നോ ഒക്കെ മോഹനകൃഷ്ണൻ പറഞ്ഞു കളയും. എന്തായാലും ഈ തർക്കവും തീർന്ന സ്ഥിതിക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.